ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു പച്ചക്കറിയുടെ റെസിപ്പിയാണ്. ചേന കൊണ്ട് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചേനയൊക്കെ ഒന്ന് മുറിച്ച് അതിൻ്റെ തോലൊക്കെ ചെത്തി ചെറുതാക്കി മുറിച്ച് എടുക്കാം. ചേന മുറിച്ച് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേന മുറിക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ കഴുകിയെടുത്ത ആ നനവ് മതി. നന്നായിട്ടിത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഇതൊന്ന് ചേനയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് നമ്മൾ ഇളക്കി അത് ചേന ഒന്ന് വേവും വേണം. അങ്ങനെ അത് തിരിച്ചും മറിച്ചും നമ്മൾ ഇളക്കി എടുത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ചേനയൊക്കെ വെന്തിട്ടുണ്ട്. നല്ല അങ്ങനെ ക്രിസ്പിയാക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ ചേന വെന്തെടുത്താൽ മതി. അത് മുഴുവൻ കോരി മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചേനയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മളെടുത്ത എണ്ണ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. നന്നായിട്ടത് വഴറ്റിയെടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ. ഞാൻ 5-10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 3-4 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടത് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചമണം മാറണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഒന്ന് ആടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേന വറക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വേറെ നമ്മൾ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. ഒരു ചേനയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടണം. വറുത്ത ചേനയുടെ ആ ടേസ്റ്റ് തന്നെ നമുക്കതിലേക്ക് കിട്ടണം. നന്നായിട്ട് അതിൻ്റെ മുളക് പൊടിയൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇട്ട് കൊടുക്കാം. തക്കാളി ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ആ വെള്ളം നന്നായി വറ്റും വേണം. തക്കാളി ഒന്ന് വേവും വേണം. ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ച ചേന ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം പാകമാണോ എന്ന്. ആ ഉള്ളി വഴറ്റുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ചേനയിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടെച്ചെങ്കിൽ നോക്കിയിട്ട് വേണം പിന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആ വറുത്ത ചേനയും ആ മസാലയായിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ചേന ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചേന ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.